ഈ സാധാരണ ഗർഭിണികളായ സ്ത്രീകൾ 9-ാം മാസത്തിലേക്കും 8.5 മാസത്തിലേക്കുമൊക്കെ എത്തുമ്പോൾ പറയുന്നൊരു സംഗതിയുണ്ട്. എങ്ങനെങ്കിലും ഒന്ന് വയറൊഴിഞ്ഞാൽ മതിയായിരുന്നു, രണ്ടും രണ്ട് പാത്രമായാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. കാരണം അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൽ അവരനുഭവിക്കുന്ന അസ്വസ്ഥത, വേദന, പ്രയാസങ്ങൾ, അതുകൂടാതെ മാനസികമായ സമ്മർദ്ദം, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് അവരങ്ങനെ പറയാറുള്ളത്. അതൊരു ജീവൽ പ്രക്രിയയാണ്, സൃഷ്ടിപരമായ പ്രക്രിയയാണ്. ആ വേദനയ്ക്കും ആ പ്രയാസത്തിനുമൊക്കെ ഉള്ളിലെവിടൊക്കെയോ ഒരു സന്തോഷവും ഒരു തൃപ്തിയുമൊക്കെ തോന്നാറുണ്ട്. എന്നാൽ അതുപോലെ പറഞ്ഞ വൃത്തികേടുകൾ മുഴുവൻ ഏതാണ്ട് പൂർണ്ണ ഗർഭാവസ്ഥയിലെത്തി വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ് ഇങ്ങനൊന്ന് പറഞ്ഞൊഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരാൾ കേരളത്തിലുണ്ട്. സാക്ഷാൽ പബ്ലിക് ക്ലോസറ്റ് എന്ന് ആളുകൾ ട്രോളി വിളിക്കുന്ന PC ജോർജ് എന്ന് പറയുന്ന ഒരു മുൻ MLA. സാധാരണ ഓരോ മനുഷ്യനും ഓരോ തലയിലെഴുത്തുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മുൻ MLAമാരുണ്ട്. ഈ അടുത്ത സമയത്ത് കരുനാഗപ്പള്ളിയിൽ ഒരു തവണ മാത്രം MLA ആയ രാജൻ ബാബു സാറിനെ കണ്ടിരുന്നു. എത്ര സന്തോഷത്തോടെയും ചിരിച്ചും മനുഷ്യരോട് ഇടപെട്ടും വളരെ സർഗാത്മകമായി സംസാരിച്ചും ഒക്കെ അദ്ദേഹം ബന്ധപ്പെടുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. വളരെ കൂൾ ആൻഡ് റിലാക്സ്ഡ് ആണ്. അതുപോലെ ഒരുപാട് MLAമാരുണ്ട്. വർഷങ്ങളോളം ഇരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയുണ്ട്. അതുപോലെ മുൻ MLAമാരായ പലരും ഉണ്ട്. തേറമ്പിൽ രാമകൃഷ്ണൻ അവറുകൾ, അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. പക്ഷേ ഒരു നാട്ടിൽ നിന്ന് അവിടുത്തെ എല്ലാ ജനങ്ങളുടെയും വോട്ട് വാങ്ങി ജയിച്ച് അന്നത്തെ സമവാക്യമനുസരിച്ച് പ്രീണിപ്പിച്ചും വൃത്തികേടുകൾ പറഞ്ഞുമൊക്കെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ട് നാട് മുഴുവൻ നടന്ന് പത്രസമ്മേളനങ്ങളിലൂടെ എല്ലാ കൊള്ളാവുന്നവരെയും, KM മാണിയെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിനെയും ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയെയും ഒക്കെ അടക്കം വൃത്തികേടുകൾ പറഞ്ഞതിന് ശേഷം പിന്നെ തനിക്ക് തീറ്റി തന്ന, തോളിൽ ചുമന്നുകൊണ്ട് നടന്ന, വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, ആവേശപൂർവ്വം സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ അവസരം നൽകിയ മുസ്ലിം സമുദായത്തിന് നേരെ തിരിഞ്ഞു. ഉദ്ദേശിച്ചത് നടക്കാതെ വന്നപ്പോഴുണ്ടായ വിഭ്രാന്തിയും യഥാർത്ഥ PC ജോർജ് ആരാണെന്ന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട തന്നെ ഒരാൾ ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടപ്പോൾ ഉണ്ടായ ജാള്യതയുടെ ഒരു പ്രതികാര ബുദ്ധിയോടെയാണ് ഒരു മാനസിക രോഗിയെപ്പോലെ PC ജോർജ് നടന്ന് നിലവിളിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ചാനൽ ചർച്ചയിൽ ഈ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ്, പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് അലറി വിളിച്ച് ആവേശം കൊണ്ട് പിന്നെ ക്ഷമ പറഞ്ഞ് പിന്നെ വികാരം കൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങ് കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയി. അറസ്റ്റ് ചെയ്താൽ 2-3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ പുറത്തിറങ്ങും. ഈ വേദന ഒരു വല്ലാത്ത ഗതികേടാണ്. ഓരോ തവണയും തള്ളുമ്പോൾ മാറി നിൽക്കണം, ഒളിച്ചിരിക്കണം. അത് അത്ര എളുപ്പമാകുന്നൊരു ശരീരമല്ലത്. എന്നിട്ടും അതുമായി എവിടെങ്കിലും പോയി പാത്തിരിപ്പ് കളിക്കണം, പണ്ട് നമ്മൾ അമ്പസാറ്റ് കളിച്ചതുപോലെ. ഇനിയിപ്പോൾ PC ചിലപ്പോൾ സുപ്രീം കോടതിയിൽ പോകും. അവിടെ വരെയല്ലേ പോകാനൊക്കെ ഉള്ളൂ. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ലെന്നും 3-4 കേസ് ഇതുപോലെ ഉണ്ടെന്നുമൊക്കെ അടക്കം കേരള പോലീസ് എല്ലാ രേഖയും കൊണ്ടുവന്ന് ഹാജരാക്കുന്നുണ്ട്. ഇന്ന് കേരള ഹൈക്കോടതിയും എടുത്തു വെച്ച് തള്ളി. ഒറ്റ തവണയൊക്കെ ആണെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് വിടുമായിരുന്നു. പക്ഷേ ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്നും ഹേറ്റ് സ്പീക്കറാണെന്നും ആസൂത്രിതമായാണ് വിദ്വേഷം പറയുന്നതെന്നും അങ്ങനെ പറയുന്നവർ ഒരു കാരണവശാലും ഈ സമൂഹത്തിൽ സ്വതന്ത്രമായി വിഹരിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞ് പല ഘട്ടങ്ങളിൽ നിരീക്ഷണം നടത്തിയാണ് ഹൈക്കോടതി അത് തള്ളിയത്. നേരത്തെ കേസെടുത്തപ്പോഴൊക്കെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ BJP നേതാക്കളൊക്കെ പരസ്യമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ പരസ്യമായി വരാൻ പാടുണ്ട്. കാരണം 2 കോടതികൾ തള്ളിക്കളയുമ്പോൾ അതിൽ കാമ്പും കഴമ്പും ഉണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഏതായാലും ഇനി സുപ്രീം കോടതിയിൽ പോയി അതെന്തെങ്കിലും ആകുന്നത് വരെ ഒളിച്ചെവിടെങ്കിലും ഇരിക്കേണ്ടി വരുന്ന സ്ഥിതിയിലാണ് ഒരു മുൻ MLA. പൊതുസമൂഹത്തിൻ്റെ പെൻഷനുമൊക്കെ വാങ്ങി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ തെറി വിളിച്ചും ഇതുപോലെ വിദ്വേഷം പറഞ്ഞും ജീവിതകാലത്തിൻ്റെ അവസാനം ചെലവഴിക്കേണ്ടി വരുന്ന ദുർഗതി ഒരു ശത്രുവിന് പോലും ഉടയതമ്പുരാൻ കൊടുത്തുകൂടാത്തതാണ്. അതെല്ലാം കൂടാതെ മുൻ MLA എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു വേദിയിൽ കയറി നിന്ന് 4 വർത്തമാനം പറയാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്ന അവിടുത്തെ MLA ചാടി വീണ് മൈക്കിലെല്ലാം കൂടെ പിടിച്ചു. ചുരുക്കത്തിൽ നാട്ടുകാർക്കും വേണ്ട, പിന്തുടർന്നു വന്ന ജനപ്രതിനിധികൾക്കും വേണ്ട, ഇപ്പോൾ കോടതികളും തള്ളുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. ഇതൊരു വല്ലാത്ത ദയനീയമായ അവസ്ഥയാണ്. ഓരോ മനുഷ്യനും അർഹിക്കുന്നതാണ് അവസാനം എത്തിച്ചേരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരായിരുന്നു, ഇപ്പോൾ എന്താണ് സ്ഥിതി?